പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് റവ വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ പാനൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് സേമിയയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഇത്. റവയും സേമിയയും ഇതുപോലെ നല്ലോണം വറുത്തെടുക്കാം. റവ ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കാരമൽ റെഡിയാക്കാം. അപ്പോൾ ഞാൻ പായസം വെക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് കാരമൽ റെഡിയാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാരമൽ ആയി വരട്ടെ. ഇവിടെ പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ട് കണ്ട നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം കളർ മാറാൻ നിൽക്കണ്ട. അപ്പോൾ ഒരു കനപ്പ് രസം വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഈ പഞ്ചസാര മെൽറ്റായിട്ടുള്ളത് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. പക്ഷെ അത് ചൂടായി വരുമ്പോൾ അതിൽ പാലിൽ അലിഞ്ഞ് ചേർന്ന് കിട്ടാം. അത് കുഴപ്പമില്ല. ഇനി പാലൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇപ്പോൾ പാലിവിടെ നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയും സേമിയയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ ചേർത്ത് കൊടുക്കുക. ചിലവർക്ക് നല്ല മധുരം ഇഷ്ടമുള്ളവരുണ്ട്, ചിലവർക്ക് ചെറിയ മധുരം ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ റവയും സേമിയയും ഒക്കെ ചേർത്ത് പായസം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ പാകത്തിനുള്ള തിക്നെസ്സിൽ വന്നോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റിയ റവ കൊണ്ടുള്ള പായസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ